ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരു പൊട്ടറ്റോ ഫ്രൈയുടെ റെസിപ്പിയാണ്. ഇത് നമുക്ക് ചോറിനോടൊപ്പവും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സോസ് കൂട്ടിയും കഴിക്കാം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം. ഇത് ക്രിസ്പി ആയിട്ട് വറുത്തെടുത്തതാണ്. സോസ് കൂട്ടി കഴിക്കാൻ നമുക്കിതുപോലെ വറുത്തെടുത്താൽ മതി. ഇനി ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പോഴത്തേന് നമുക്കൊരു ടേസ്റ്റിന് വേണ്ടിയാണ് സവാളയും വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ വറുത്ത് ഇതുപോലെ ചേർക്കുന്നത്. ഇതിനായിട്ടൊരു 3 ഉരുളക്കിഴങ്ങ് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കണം. ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ചെറുതായിട്ട് നീളത്തിൽ മുറിച്ചെടുക്കണം. ഒരുപാട് കനം വേണ്ട. ഇനി ഇതൊന്ന് കഴുകിയെടുക്കണം. ഒരു 2-3 പ്രാവശ്യമെങ്കിലും കഴുകിയെടുക്കണം. നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ അകത്ത് പൊടികൾ ചേർക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം. 1 ടീസ്പൂൺ ചാറ്റ് മസാല അവിടെ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടെ ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടെ ചേർക്കാം. അത് ഈ പൊടികളെല്ലാം നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ അളവനുസരിച്ച് വേണം നമ്മൾ ചേർക്കാനായിട്ട്. ഇനി വേണമെങ്കിൽ ഇച്ചിരി ഗരം മസാല ചേർക്കാം. ഞാനത് ചേർത്തിട്ടില്ല. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വറുത്തെടുക്കുന്നതിന് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിക്കാം. തീ കുറച്ച് വെച്ചിട്ട് ആദ്യമേ നമുക്ക് കുറച്ച് കറിവേപ്പില വറുത്ത് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി വറുത്തെടുക്കാം. നമുക്കിനി ഉണക്കമുളക് കൂടി ഇട്ട് കൊടുക്കാം. തീ കുറച്ച് തന്നെ വെക്കണം. നമുക്കിന്നത് കോരിയെടുക്കാം. നമുക്കിതിലേക്ക് നമ്മുടെ ആ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കുറേശ്ശെ ഇട്ട് വറുത്ത് കോരിയെടുക്കാം. അടുത്ത സെറ്റൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം.
ഇനി ആ സവാള ചെറുതായി അരിഞ്ഞു വെച്ചതാണ്, അതുകൂടി ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ഒരല്പം ഉപ്പ് ചേർക്കാം. നമ്മുടെ സവാള ഇനി കോരിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ഈ വറുത്ത് കോരിയെടുത്ത സവാളയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടി നമ്മുടെ പൊട്ടറ്റോ ഫ്രൈയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചൂടോടെ കഴിക്കാനാണ് നല്ലത്.